ഹലോ, നമസ്കാരം. എല്ലാവർക്കും ക്യൂബ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. നമ്മള് വീഡിയോ സീരീസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോ ഒരു 2 മാസം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. NISM-ന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മള് നമ്മുടെ ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിൽ നമ്മൾ 8:45 തൊട്ട് 9 മണി വരെ നമ്മള് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും അതുപോലെ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം അതൊക്കെ കാണാൻ ശ്രമിക്കുക. അറിവ് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മള് ട്രേഡിങ്ങിന്റെ ലൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിനെ കുറിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിഫ്റ്റി സെൻസസ് ആണ്. അതിൽ തന്നെ നമ്മൾ വീക്കിലി എക്സ്പയറി കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിവ് കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു വീഡിയോ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 3 മാസമായി കാര്യങ്ങൾ ചെയ്യണം. ഫോണൊക്കെയാണ് വരണത്. അപ്പൊ ഈ വീക്കെൻഡ് കാര്യങ്ങളൊക്കെ മാർക്കറ്റ് എങ്ങനെ ബിഹേവിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കഷൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടും മാർക്കറ്റിൽ സക്സസ് ആവണം വെച്ചെങ്കിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പറയാട്ടാ. മാർക്കറ്റ് സക്സസ് ആവണം വെച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റില് സിസ്റ്റം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ ടൈമിങ് കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോ അതിലുണ്ടാവുന്ന വില വ്യത്യാസങ്ങള് കാര്യങ്ങള് കുറെ ഹിന്ദി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂട്ടാ. ഗ്രോയില് ഉണ്ടായ കഴിഞ്ഞ സെൻസെക്സിൽ ഉണ്ടായ വിക്ക് മുന്നേ കൂട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഇൻട്രൻസ് വാല്യൂ അറിയണവരാണെങ്കിൽ 9 രൂപ 10 രൂപ ഉണ്ടായിരുന്ന സ്ട്രൈക്ക് 78,000 കോൾ ഓപ്ഷൻ ഇട്ടാ 79 രൂപയിൽ. അതേപോലെ തന്നെ 77,900 കോൾ ഓപ്ഷൻ 179 രൂപയിൽ. ഞങ്ങൾക്ക് ഒരു ടിപ്പ് തരണമാണ്. അതായത് മാർക്കറ്റില് 10,000 ഇട്ട് കഴിഞ്ഞാൽ 1,80,000 ഒക്കെ ആവാൻ പറ്റും. പോയി കഴിഞ്ഞാൽ പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ ടിപ്പിൽ ചെയ്യാൻ പറ്റും. നമ്മളതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ 900 ഇട്ടിട്ട് 9,000 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കി നടന്നു. അതേപോലെ വേറെ നിഫ്റ്റിയിലൊന്ന് വന്നു, പക്ഷെ എനിക്ക് പ്രോപ്പർ കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞ അതായത് ഈ ചൊവ്വാഴ്ച നടന്നു. നിഫ്റ്റിയില് ഞാൻ ലോക്കായി എടുക്കണം. പിന്നെ ഈ ആഴ്ചത്തെ നമ്മുടെ ഈ ആഴ്ചത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബാക്കി ദിവസങ്ങളിലൊക്കെ സക്സസ് ആവുന്നതിന്റെ ഇടയിൽ നമുക്ക് നിഫ്റ്റി മാത്രം പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. നിഫ്റ്റിയിലുള്ള പാക്കേജ് മാത്രം ഇത്തിരി മുഴുവൻ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോ അതിനെ നമുക്ക് അത് കാരണം കൊണ്ട് നമ്മൾ ഇത്തിരി ഈ മാസത്തില് ഇത്തിരി ബാക്കിലേക്ക് പോയി. അല്ല, അത് പ്രശ്നമില്ല, നമുക്ക് തിരിച്ചെടുക്കാം. സെൻസസിൽ നമ്മൾ കറക്റ്റ് പൾസ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോ സെൻസെക്സില് ഇന്നലെ എനിക്കൊരു ഹോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ട് 10-25 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അത് ലോസ് വന്നിട്ടുണ്ട്. അത് കാരണം പ്രോഫിറ്റ് വന്നതെന്ന് കാണിക്കുന്നതല്ലേ. ലോസ് പ്രോഫിറ്റിനൊക്കെ കവർ ചെയ്ത് നല്ല പ്രോഫിറ്റ് വരുമ്പോൾ മാത്രമേ കാണിക്കുള്ളൂ. പ്രോഫിറ്റ് മാത്രമായിട്ട് കാണിക്കുന്ന ഒരു പരിപാടി ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഐഡിയകൾ കാര്യങ്ങളൊക്കെ ഈ ഗ്രോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രോന്ന് കിട്ടിയുള്ള ഐഡിയകള് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻസസിൽ ഒരു ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൻസസിൽ ഒരു ഹോൾഡിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബുള്ളിഷിന് നിഫ്റ്റിയിലാണ് ഏത് 3 മിനിറ്റ് അല്ല 3-5 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരൊറ്റ ക്യാൻഡിൽ വരുമല്ലോ. അത് നിഫ്റ്റിയില് 100-ന് മുകളിൽ കയറി നിന്നപ്പോ ആ സെക്കൻഡില് സെൻസസിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ ആ സെക്കൻഡിൽ വെച്ചിട്ട് സെൻസസ് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പൊക്കെയുള്ള ഒരു പോസിബിലിറ്റി 10-300 പോയിന്റ് പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇന്നലെ ഹോൾഡ് ചെയ്തിട്ട് സക്സസ് ആയിട്ട് 10-25 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്താൽ കിട്ടും ഓരോ വിക്കിലും ഇതിലൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ വിക്ക്, കഴിഞ്ഞ വ്യാഴാഴ്ച ചൊവ്വാഴ്ച ഉണ്ടായ വിക്ക്, അതായത് നിഫ്റ്റിയിലുണ്ടായ വിക്ക് എത്രയാ 150 വരെ വന്നിട്ടുണ്ടായിരുന്ന വിക്കിനെ അതായത് വിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം അതേ റേഞ്ചിൽ നിന്നു. അപ്പൊ ആ വിക്ക് വരെ മാർക്കറ്റ് പോകുന്നുള്ളൊരു സെക്കൻഡില് കേട്ടാ. അത് റീ എൻട്രി പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗ്രോയിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് വിക്കോളും കാര്യങ്ങളും ഇതൊക്കെ വരണ്ടേ. ഗ്രോയിനെ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഗുണങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ആ അവസാന സമയത്ത് റിസ്ക് എടുക്കുന്ന വെച്ചെങ്കിൽ ചിലപ്പോൾ 10,000 രൂപയൊക്കെ 30,000-40,000 ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ. 3.4-ന് നോക്കിയിട്ട് 3.25-നും 3.30-നും ഇടയിൽ അപ്രോച്ച് ചെയ്ത അത്രയും ആക്യുറേറ്റ് ആയിട്ട് അത്രയ്ക്ക് അവയർനെസ് അത്രയും കണക്ക് നോക്കാൻ അറിയാനുള്ള കാര്യമായിട്ടാ. അപ്പൊ അതും കൂടി നോക്കി കഴിയുമ്പോൾ പിന്നെ മാർക്കറ്റിൽ സക്സസ് ആവണം വെച്ചെങ്കിൽ അറിവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അറിവിന്റെ ഒപ്പം വേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാഷ് ആണ് കേട്ടോ. ക്യാഷ് നമ്മൾ ഒറ്റ ക്യാഷ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ക്യാഷ് മാറ്റി വയ്ക്കാനും വീണ്ടും വീണ്ടും ക്യാഷ് കാര്യങ്ങളും വലിയും വേണം കയ്യിൽ. അത് ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം വെച്ചെങ്കിൽ 20,000 വെച്ച് മാത്രം
അതിനെ അപ്രോച്ച് ചെയ്യുക 5 സ്റ്റെപ്പായിട്ട്. എന്നിട്ട് സക്സസ് ആവുക. ബാക്കി വരുന്ന ഫണ്ട് മാത്രം ബാലൻസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതല്ല 10 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം വെച്ചിട്ട് മാത്രം ചെയ്യാട്ടാ. പിന്നെ മാർക്കറ്റിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ ബിഹേവിയർ കാര്യങ്ങൾ എന്താ ചെയ്യാം. മാർക്കറ്റ് ആരും എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷൻ സൈഡിലുണ്ടാവുന്നത് ഗ്യാപ്പ് പഠിക്കുക. നമുക്ക് ആർക്കും പൈസയും കാര്യങ്ങളൊന്നും തരാത്ത രീതിയിൽ ചെയ്യുക. കൺസോൾട്ടേഷൻ, അങ്ങനെ കൺസോൾട്ടേഷൻ വരുമ്പോൾ നിങ്ങൾ മേടിക്കുക, വിൽക്കുക കേട്ടാ. അല്ലാതെ സ്റ്റോക്ക് ലോസ് വെച്ചിട്ട് ലോങ് പൊസിഷൻ നോക്കണ്ട. അങ്ങനത്തെ മാർക്കറ്റിൽ നടക്കില്ല. പുട്ടായാലും കോളായാലും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കപ്പ് തരും. ആ ബ്രേക്കപ്പ് വരുമ്പോൾ ആ മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത കൺസൾട്ടേഷൻ. അങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ക്യാച്ച് ചെയ്തോ. ഇപ്പത്തെ അപ്ഡേഷനോടെ പറയണ കേട്ടാ. മാർക്കറ്റ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഒരു വഴി മാത്രമല്ല, ഒരുപാട് വഴികൾ വെട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ പുതിയ കുറെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു മാത്രം. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ അതിനൊക്കെ സ്വീകരിക്കാം കേട്ടാണ്. അപ്പോ നമ്മള് സ്റ്റിൽ ഫൈറ്റ് ചെയ്ത് 1 ലാഖിന്റെ അക്കൗണ്ട് കാര്യങ്ങൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർലി എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മള് ഒരു 6 മാസം എന്നുള്ള രീതിയിലൊക്കെയാണ് പ്ലാൻ ചെയ്യണത്. അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ക്യാപിറ്റലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവുക അപ്ഡേഷൻ ചെയ്യാം. നമ്മളെ ഈ ലൈവ് നമ്മുടെ എഡ്യൂക്കേഷനോടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നല്ല. മാക്സിമം യൂത്തിന് അവയർനെസ് കൊടുക്കുക. എങ്ങനെയാണ് മാർക്കറ്റിന്റെ മെക്കാനിസം എന്നുള്ളതും മാർക്കറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളതും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ പ്രാധാന്യം എന്താന്നുള്ളതും അതുപോലെ തന്നെ ടൂളുകൾ എന്താന്നുള്ളതും ടൂളുകളിലെ പ്രാധാന്യം എന്താന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി തരാം. ഇൻഡിക്കേറ്റർ വെച്ചിട്ട് മാത്രമല്ല മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓപ്പൺ ഇൻട്രസ്റ്റിന് 100% എടുക്കാൻ പറ്റില്ല. അതിന്റെ പലതരത്തിലുള്ള വേരിയേഷനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറിച്ചൊക്കെ ഞാൻ വേറെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. നമ്മളെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആരും വിഷമിക്കുക കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ വേണ്ട. മാർക്കറ്റിൽ വന്നിട്ടുള്ള കുറെ കാലം നിൽക്കണ 10 കൊല്ലം 15 കൊല്ലം 5 കൊല്ലമൊക്കെ നിൽക്കണ പുലികളും യൂട്യൂബേഴ്സും ഒന്നും അക്കാദമികളൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ചെയ്യണില്ല. പ്രോപ്പർ ആയിട്ട് ചെയ്യണില്ല. പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, അവരെടുത്ത എൻട്രി വഴി നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതിന് കൂടിയിട്ട് നമ്മളൊരു 3 മാസം ചെയ്തിട്ടുണ്ട്. ലോസ് ആയാലും ലാഭമായാലും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 മാസം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ടീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പർ ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാ. നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ആരെയും കിട്ടണോ നോക്ക്. ഏത് വലിയ കമ്പനിയിലും ആരായാലും ഞാൻ പറയണോ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് നിങ്ങളോട് പറയണ പോലെയാണ് ചെയ്യണത്. എൻട്രി ഞാൻ പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 40,000 എന്നുള്ളത് അറ്റ് ടൈമിൽ ചിലപ്പോൾ ലോസിനുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അവര് പൊസിഷൻ സൈസിങ് ആണോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആണോ സ്റ്റോപ്പ് ലെസ് അവരെ എൻട്രി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവർ പറയണത് ശരിയാണോ നുണയാണോ എന്നുള്ളത്. ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ എല്ലാം ഞാൻ പറഞ്ഞിട്ടാ മിനിമം ഒരു 3 മാസം നമ്മൾ ഇട്ട പോലെ ഇടുക. ലാഭമായാലും നഷ്ടമായാലും എന്തായാലും ഇട്ടോന്ന് പറയാ. നിങ്ങൾ ആരാണോ ഫോളോ ചെയ്യണമെങ്കിൽ അവരോട് പറയാം. അങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അവർ ട്രേഡിംഗ് ഉള്ളത് മനസ്സിലാക്കിക്കോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കട്ടയ്ക്കാന്നുള്ള വിചാരിക്കുക. അതായത് ലോസും പ്രോഫിറ്റും ഒക്കെ കിട്ടുന്നവരാണ് വിചാരിക്കുക. അല്ലാണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും ആരും കാണിക്കണില്ല. അപ്പൊ നിങ്ങൾ ലോസ് വരുന്ന വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ലോസും ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത അപ്ഡേഷൻ ഒരു 3 മാസം ആകുമ്പോഴേക്കും അടുത്ത അപ്ഡേഷനും 6 മാസത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇട്ടരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ലോസ് വന്നതിനെ കുറിച്ചിട്ടും ലാഭം കിട്ടിയതും അതായത് വിത്ത് പ്രൂഫ് നമ്മൾ ഇട്ടുതരൂട്ടാ. അപ്പൊ നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് റിയൽ ആയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. റിയൽ ആയിട്ട് പഠിക്കാൻ പറ്റും. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാൻ പറ്റും. പിന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് കാശില്ല വീട്ടിൽ നിന്ന് സമ്മതിക്കാത്ത ആൾക്കാരാ വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് വിചാരിക്കുക. ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കോഴ്സ് നിങ്ങൾ തരൂട്ടാ. അതായത് ബേസിക് മാർക്കറ്റിനെ ഐഡിയയും കാര്യങ്ങളൊക്കെ തരും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെൽക്കം ടാ. ഇവിടെ വന്നിരുന്ന് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ട്രേഡിങ് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ഓഫീസിലേക്ക് സ്വാഗതം ഇട്ടാ. ഒരു സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയ സെറ്റപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്രേഡ് ചെയ്യണവരായില്ലാതെ എല്ലാവർക്കും വരാം. ഇവിടെ വന്നിരുന്ന് നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.